നിങ്ങൾ കത്തിയെടുത്ത് ആൾക്കാരെ കുത്തിക്കൊന്നോണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ എന്താ നിർത്താത്തത്? നിങ്ങൾ എന്തിനാ ഈ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിക്കുകയാണ് വളരെ സീരിയസ് ആയിട്ട്. നിങ്ങൾ എന്ത് മറുപടി പറയും? ബന്ധം ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയും. അല്ല മുതലാളി, എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കും. ഒരാളുടെ ഒരു അഭിപ്രായം അത് മെജോറിറ്റിയുടെ ഒപ്പം നിൽക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് ശരിയല്ല എന്നാണോ എന്ന് പറയുന്നുണ്ടെങ്കിലോ? ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെ പറ്റി ആർക്കും എന്തും പറയാം. അതെനിക്ക് വിശ്വസിക്കാമോടോ? വിശ്വസിക്കാച്ചോ. കാരണം നിങ്ങൾ ഒരു പറ ചോറുണ്ടെന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേറ്റ് ചോറ് ക്വാണ്ടിറ്റി കുറവാണ്. നിങ്ങളൊരു പിടി ചോറുണ്ടെന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേറ്റ് ചോറ് ക്വാണ്ടിറ്റി കൂടുതലാണ്. നിങ്ങൾക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് നാളെയും കഴിക്കാൻ പറ്റും. ഇല്ല, അതും പറയാൻ പറ്റില്ല. പിന്നെ ചിലപ്പോൾ അത്രയും കഴിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഇന്ന് കഴിച്ചതിനേക്കാൾ കൂടുതൽ പിറ്റേ ദിവസം കഴിക്കാൻ പറ്റും. പിന്നെ നാണക്കെടുത്തി ഒരാളത് കണ്ട് അതിന്റെ ആ ആളുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നു, അതല്ലെങ്കിൽ ഒരു മെജോറിറ്റി പറയുന്നതിനോടൊപ്പം ആളില്ല എങ്കിൽ ആളെ പാമ്പായിട്ട് തള്ളിക്കളയുമോ? അത് ഉത്തരം പറ. അത് എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഈ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്? ഇല്ല ഇതില് വളച്ചൊടിക്കലല്ല, ഇത് ഓൾറെഡി ഞാൻ ചോദിച്ചതിന് മറുപടിയായിരുന്നു ശരിക്കും വളച്ചൊടിച്ചത്. അപ്പൊ എന്റെ റെസ്റ്റോറന്റിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരാൾക്കും ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൃണാൾ തന്നെ. അല്ല, മൃണാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഞാൻ പറയാണ് അവിടെ ഒരു ക്ലോക്ക് ഉണ്ടെന്ന്. നിങ്ങൾ നോക്കുമ്പോ അവിടെ ഒരു ക്ലോക്ക് ഇല്ലേ? പക്ഷെ ക്ലോക്ക് ചുമരിൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കും. ഈച്ച അങ്ങനെയല്ല. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ.